ഹലോ കുട്ടികളെ, എല്ലാവർക്കും പ്രിയങ്ക ട്യൂട്ടോറിയൽസിലേക്ക് സ്വാഗതം. കുട്ടികളെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ദേവകി നിലയങ്ങോടിന്റെ പെരുമഴയത്ത് എന്ന ലേഖനമാണ്. കായൽ തീരത്തുള്ള മുക്കുതല ഗ്രാമത്തിലെ കുട്ടിക്കാലം, പഴയകാല കൃഷിരീതികൾ, പിന്നെ അന്ന് നേരിടേണ്ടി വന്ന വലിയ പ്രളയങ്ങൾ, ഈ ഓർമ്മകളിലൂടെയാണ് ഈ പാഠം നമ്മെ കൊണ്ടുപോകുന്നത്. പ്രകൃതിയുടെ രൗദ്രഭാവത്തിനു മുന്നിൽ മനുഷ്യർ എങ്ങനെയാണ് അതിജീവിതത്തിന്റെ പാത കണ്ടെത്തിയത് എന്ന് നമുക്ക് ഈ പാഠത്തിലൂടെ നോക്കാം. ഇനി നമുക്ക് ഈ പാഠത്തിലെ എഴുത്തുകാരിയെ ഒന്ന് പരിചയപ്പെട്ടാലോ? മലയാളത്തിലെ പ്രശസ്തയായ എഴുത്തുകാരിയും പ്രമുഖ സാമുദായിക പരിഷ്കർത്താവുമായിരുന്നു ദേവകി നിലയങ്ങോട്. മലപ്പുറം ജില്ലയിലെ മുക്കുതലയ്ക്കടുത്തുള്ള പകരാവൂർ മനയിലാണ് അവർ ജനിച്ചത്. ഔപചാരിക വിദ്യാഭ്യാസം ലഭിക്കാതിരുന്നിട്ടും 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതിയിലെ നമ്പൂതിരി സമുദായത്തിലെ സ്ത്രീകളുടെ കഠിനമായ ജീവിതാനുഭവങ്ങളെയും അനാചാരങ്ങളെയും തുറന്നു കാട്ടിക്കൊണ്ട് തന്റെ 75-ാം വയസ്സിലാണ് അവർ എഴുത്ത് രംഗത്തേക്ക് കടന്നു വരുന്നത്. 2003 പ്രസിദ്ധീകരിച്ച നഷ്ടബോധങ്ങളില്ലാതെ എന്ന അവരുടെ ആത്മകഥാപരമായ ഗ്രന്ഥം ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. തുടർന്ന് യാത്ര, നാട്ടിലും കാട്ടിലും, വാതിക്കൽ പുറപ്പാട്, കാൽ പകർച്ചകൾ തുടങ്ങിയ പ്രശസ്തമായ കൃതികളും അവർ രചിക്കുകയുണ്ടായി. എന്നിവയെല്ലാം ലളിതവും ആത്മാർത്ഥവുമായ ശൈലിയിൽ രേഖപ്പെടുത്തിയ അവരുടെ കൃതികൾ സാമൂഹ്യ ചരിത്രത്തിൽ വലിയ പ്രാധാന്യമുള്ളവയാണ്. സ്ത്രീ ശാക്തീകരണ പ്രവർത്തനങ്ങളിലും സജീവമായിരുന്ന ദേവകി നിലയങ്ങോട് 2023 ജൂൺ 6-ന് 95-ാം വയസ്സിൽ അന്തരിച്ചു. ഇനി നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം. പെരുമഴയത്ത്. മൂക്കുതല ദേശത്തിന്റെ 3 ചുറ്റും കായലാണ്. കായലിന് അന്നൊക്കെ പറഞ്ഞിരുന്ന പേര് കടവ് എന്നാണ്. കിഴക്കു ഭാഗം സ്ലായ് കടവ്, തെക്കു ഭാഗം ഉപ്പുങ്കൽ കടവ്, പടിഞ്ഞാറ് ഭാഗം നരണിക്കടവ്, അങ്ങനെ വടക്കു കായലില്ല, കരഭൂമിയാണ്. വടക്കു ഭാഗത്തുള്ള എടപ്പാൾ ചാലിശ്ശേരി ഭാഗത്തൊഴികെ മറ്റെല്ലാ പ്രദേശങ്ങളിലേക്കും പോവാൻ തോണി വേണം. വലിയ ഇല്ലങ്ങൾക്കും തറവാട്ടുകൾക്കുമൊക്കെ സ്വന്തമായി തോണികളുണ്ട്. ബാല്യക്കാരിൽ 1-2 പേർ തോണി കുത്താൻ അറിയുന്നവരുമായിരിക്കും. ദൂരെയുള്ള കോൽപ്പാടകളിൽ കൊയ്ത്ത് കഴിഞ്ഞ് കറ്റ കൊണ്ടുവരുന്നതിനും തെങ്ങിൻ തോപ്പുകളിൽ നിന്ന് നാളികേരം കൊണ്ടുവരുന്നതിനും വഞ്ചി കൂടിയേ കഴിയൂ. വഞ്ചി അടുക്കുന്ന സ്ഥലം എന്ന അർത്ഥത്തിനാവാം കായലിനെ കടവ് എന്ന് പറഞ്ഞു പോകുന്നത്. കായൽ വറ്റിച്ചാണ് കൃഷി ഇറക്കുക. ഒറ്റ പൂവലാണ് കൃഷി, പുഞ്ച എന്നാണ് പറയുക. കായലിൽ ആദ്യം വലിയ ബണ്ട് കെട്ടും, ഒരു തോട് കീറി വെള്ളം അതിലേക്ക് മാറ്റും. ചക്രം ചവിട്ടിയാണ് വെള്ളം തെവി മാറ്റുക. ബണ്ടിന്റെ അടുത്ത് നിരനിരയായി 20-30 ചക്രങ്ങൾ ഉണ്ടാവും. പണിക്കാർ ഊഴുമിട്ട് രാത്രിയും പകലും ചക്രം ചവിട്ടി വെള്ളം തേവിക്കൊണ്ടേയിരിക്കും. പൊതുവെ തുലാമാസത്തിലാണിത്. ചവിട്ടുന്നതിന്റെ അധ്വാനം അറിയാതിരിക്കാൻ അവർ പാടിക്കൊണ്ടേയിരിക്കും. പകലും രാത്രിയും പാട്ടുകൾ ഉണ്ടാവുമെങ്കിലും സകലവും നിശബ്ദമാകുന്ന രാത്രികാലങ്ങളിലാണ് ഞങ്ങൾ കുട്ടികൾ ആ തേക്കുപാട്ട് തെളിഞ്ഞു കേൾക്കുക. പാലാട്ട് കോമന്റെയും മറ്റും കഥകളാണവ. തുലാമാസ രാത്രികളിൽ ദൂരെ നിന്ന് ഒഴുകി വരുന്ന ആ പാട്ടുകൾ കേട്ടുകൊണ്ടാണ് ഞങ്ങൾ ഉറങ്ങാൻ കിടക്കുക. നേർത്ത് എത്തുന്ന ഈണം. അങ്ങനെ തോണിയും വെള്ളവും ഒക്കെ ആയിട്ടാണ് എന്റെ കുട്ടിക്കാലത്തിന് ബന്ധം. കുളം, കുളി എന്നിങ്ങനെ ഇല്ലത്തും, വഞ്ചി, കായൽ എന്നിങ്ങനെ പുറത്തും. പക്ഷെ വെള്ളം ഞങ്ങളെയെല്ലാം ഒരു തവണ ഭയങ്കരമായി പേടിപ്പിക്കുകയും ചെയ്തു. എന്റെ 13-ാമത്തെ വയസ്സിൽ ഒരു കർക്കിടകത്തിലായിരുന്നു അത്. മഴയുള്ള ഒരു സാധാരണ ദിവസം എന്നേ തോന്നിയുള്ളൂ. രാത്രി ഊണ് കഴിഞ്ഞ് ഞങ്ങൾ കിടക്കാൻ തുടങ്ങുമ്പോഴാണ് ഭയങ്കരമായ ഒരു കാറ്റിന്റെ വരവ് കേട്ടത്. അസാധാരണമായ ഒരു മുഴക്കത്തോടെയാണ് അത് വീശിയെത്തിയത്. ദൂരെയുള്ള മരങ്ങളിൽ നിന്ന് കൊമ്പുകളും ഇലകളും പറന്ന് 4 ഇറയത്തെത്തി. നടുമുറ്റം നിറയാൻ തുടങ്ങി. കുത്തഴിക്കിനുള്ളിലൂടെ മുറിയിലേക്കും അവ വന്നു വീണു. വൃക്ഷങ്ങൾ ആടി ഉലഞ്ഞ് പൊട്ടിച്ചിന്തുന്ന ശബ്ദം അകത്ത് കേൾക്കാമായിരുന്നു. ഉള്ള ജനലും വാതിലുകളും എല്ലാം കൊട്ടിയടച്ചു. ഞങ്ങൾ പേടിച്ചു വിറച്ച് തെക്കിനയിലേക്കും വടക്കിനയിലേക്കും മാറി മാറി ഓടി. എവിടെ പോയാലും രക്ഷയില്ല. ഉറങ്ങാൻ ആർക്കും ധൈര്യമില്ല. അപ്പോഴേക്കും മഴയും പൊട്ടി വീണു. മഴയത്തും കാറ്റത്തുമായി ഇല്ലവളപ്പിലെ മരങ്ങൾ തലങ്ങും വിലങ്ങും കടമുഴുകി വീഴാൻ തുടങ്ങി. മരം വീഴുന്ന കൂറ്റൻ അലർച്ച ഇടവിട്ട് കേൾക്കാം. ഭാഗ്യത്തിന് എന്തുകൊണ്ടോ ഇല്ലത്തിന്റെ മേൽക്കൂരയിലേക്ക് മരമൊന്നും വന്നു വീണില്ല. വെളുപ്പംകാലം ആയപ്പോഴേക്കും കാറ്റിന്റെ ശക്തി തെല്ലു കുറഞ്ഞു. അതിന്റെ ചൂളം വിളി ഒന്ന് പതിഞ്ഞു. അപ്പോൾ മാത്രമാണ് ഞങ്ങൾ ഉറങ്ങാൻ കിടന്നത്. ഉണർത്തപ്പോൾ ആവട്ടെ പുറത്ത് അതിശക്തമായ മഴ. അന്തർജനങ്ങൾക്ക് കുളിക്കാൻ പോകാൻ പറ്റുന്നില്ല. മുറ്റത്ത് മുഴുവൻ മരക്കൊമ്പുകളും ഇലയും വെള്ളവുമാണ്. വെള്ളം കാണെ പൊങ്ങിക്കൊണ്ടിരുന്നു. വടക്കുപുറത്തെ മുറ്റം വെള്ളത്തിലായി. വെള്ളം കാണെ പൊങ്ങിക്കൊണ്ടിരുന്നു. വടക്കുപുറത്തെ മുറ്റം വെള്ളത്തിലായി. കുളവും മുറ്റവും കിണറും ഒന്നാവാൻ തുടങ്ങി. അന്ന് ഞങ്ങൾക്കാർക്കും കുളിയുണ്ടായില്ല. തേവാരവും മുടങ്ങി. മഴ അപ്പോഴേക്കും തുള്ളി മുറിയാതെ പെയ്തുകൊണ്ടേയിരുന്നു. കാണുന്നിടത്തെല്ലാം വെള്ളം. വെള്ളപ്പൊക്കമാണ് ഇതെന്ന് അന്നൊന്നും മനസ്സിലായില്ല. 3 ദിവസം കഴിഞ്ഞപ്പോഴാണ് മഴ ശമിച്ചത്. പിന്നെ വെള്ളം താണു തുടങ്ങി.
1942 ഇത്. MD വാസുദേവൻ നായരുടെ നാലുകെട്ടിൽ പരാമർശിക്കുന്ന വെള്ളപ്പൊക്കം ഇതായിരുന്നിരിക്കണം എന്ന് കാലം വെച്ച് നോക്കുമ്പോൾ തോന്നുന്നു. വെള്ളപ്പൊക്കം കൊണ്ട് നാട്ടിൽ പലർക്കും വിലക്കുറവിൽ ഒട്ടേറെ മരത്തടികൾ സ്വന്തമായി കിട്ടി. പുഴയിൽ ഒലിച്ചു വന്ന കാട്ടിലെ മരങ്ങൾ സാഹസികമായി വടമെറിഞ്ഞ് പിടിച്ച് വേണ്ടവർക്ക് വിൽക്കുകയായിരുന്നു. 1943 ഞാൻ വിവാഹം കഴിഞ്ഞ് നിലയങ്ങോട്ട് എത്തുമ്പോൾ നീണ്ട തെക്കേ ഇറയം മുഴുവൻ ഇങ്ങനെ വാങ്ങിക്കൂട്ടിയ വിലപിടിപ്പുള്ള മരങ്ങൾ ഈർന്ന് വൃത്തിയാക്കി അട്ടമുട്ടെ കൂട്ടിയിട്ടത് ഞാൻ കണ്ടിരുന്നു. വെള്ളം വന്ന വാതിൽപ്പടിയിൽ തൊട്ട ദിവസങ്ങളിൽ അമ്മമാർ തമ്മിൽ തമ്മിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അതിനു മുമ്പും നടന്ന മറ്റൊരു വെള്ളപ്പൊക്കത്തെ കുറിച്ചായിരുന്നു. 99 വെള്ളപ്പൊക്കം എന്നാണ് അതിനെ വിശേഷിപ്പിച്ചത്. ഇംഗ്ലീഷ് വർഷപ്രകാരം 1923-24 കാലമാണത്. ഞാൻ ജനിക്കുന്നതിന് 5 വർഷം മുമ്പ്. ഭാരതപ്പുഴയുടെ വക്കത്തുള്ള ഞങ്ങളുടെ ഒരു ബന്ധുഗ്രഹമായ ഇല്ലത്തെ കാര്യമാണ് അമ്മമാർ തമ്മിൽ പറഞ്ഞുകൊണ്ടിരുന്നത്. ഭയങ്കരമായ മഴയോടൊപ്പം ഒരു സന്ധ്യാനേരത്താണ് പെട്ടെന്ന് വെള്ളം പൊങ്ങാൻ തുടങ്ങിയത്. പുറംവെള്ളം ഏന്തി വരുന്നത് എന്നേ ആദ്യം എല്ലാവരും കരുതിയുള്ളൂ. പക്ഷെ വെള്ളത്തിന്റെ തള്ളിക്കയറ്റം അങ്ങനെയൊന്നും കലാശിച്ചിട്ടില്ല. തൊടി മുഴുവൻ വിഴുങ്ങിയ വെള്ളം ഉമ്മറപ്പടിയിലെത്തി. കുട്ടികൾ സന്തോഷിച്ചു. അവരുടെ മേലുകഴുകൽ ഉമ്മറപ്പടിയിൽ വെച്ചാവാമല്ലോ. എന്നാൽ നോക്കി നിൽക്കെ ഉമ്മറപ്പടിയും കടന്ന് വെള്ളം അകത്തേക്ക് കയറിയെത്തി. അകത്ത് ചുമരുകൾക്കിടയിൽ വെള്ളം ഓളം വെട്ടി. വാതിലുകളെല്ലാം മലർക്കെ തുറന്നിട്ടു. കാറ്റ് വരുമ്പോൾ വാതിൽ അടയ്ക്കുക, വെള്ളം വരുമ്പോൾ വാതിൽ തുറക്കുക എന്നതായിരുന്നു അന്നത്തെ ഒരു നാട്ടറിവ്. ഇടനാഴികളിലാണ് വെള്ളത്തിന്റെ കുത്തും തള്ളലും ഏറെ ശക്തമായത്. എല്ലാവരും മുകളിലെത്തി. പാത്രങ്ങളും മുകളിലേക്ക് കയറ്റി. വെള്ളവും കോണിപ്പടി കയറി വരാൻ തുടങ്ങി. ജീവൻ രക്ഷിക്കാനുള്ള വഴിയെക്കുറിച്ച് മാത്രമായി ചിന്ത. രാത്രി മുഴുവൻ അവർ മുകൾ നിലയിൽ കഴിച്ചു. പിന്നീട് തോണിയുമായി വന്ന നാട്ടുകാർ അവരെ രക്ഷപ്പെടുത്തുകയായിരുന്നു. ഇതാണ് ഈ പാഠഭാഗം. ഇനി ഈ പാഠഭാഗത്തിലെ കഥാസംഗ്രഹവും പ്രധാന ചോദ്യോത്തരങ്ങളും എന്തൊക്കെയാണെന്ന് നോക്കാം. മൂന്ന് ചുറ്റും കായലാൽ ചുറ്റപ്പെട്ട മൂക്കുതല എന്ന ഗ്രാമത്തിന്റെ പശ്ചാത്തലത്തിൽ എഴുത്തുകാരി ദേവകി നിലയങ്ങോട് തന്റെ കുട്ടിക്കാലത്തെ കായൽ ജീവിതവും പ്രളയസ്മരണകളും പങ്കുവെക്കുന്ന ലേഖനമാണിത്. പണ്ട് യാത്രാ സൗകര്യങ്ങൾ കുറവായിരുന്ന കാലത്ത് തോണികളെ ആശ്രയിച്ചിരുന്ന നാട്ടിൻപുറത്തെയും തൊഴിലാളികൾ പകലും രാത്രിയും പാട്ടുകൾ പാടി ചക്രം ചവിട്ടി വെള്ളം വറ്റിച്ചിരുന്ന പുഞ്ചകൃഷി രീതികളെയും എഴുത്തുകാരി ഓർത്തെടുക്കുന്നു. തനിക്ക് 13 വയസ്സുള്ളപ്പോൾ ഒരു കർക്കിടക മാസത്തിലുണ്ടായ പീഡിതമായ പെരുമഴയിൽ പറമ്പിലെ വല്യമരങ്ങൾ കടപുഴകി വീഴുകയും കുളവും കിണറുകളെല്ലാം മുറ്റത്തെ വെള്ളത്തിൽ ഒന്നായി മാറുകയും ചെയ്തത് അവർ വിവരിക്കുന്നുണ്ട്. തുടർന്ന് MD വാസുദേവൻ നായരുടെ നാലുകെട്ട് എന്ന നോവൽ പരാമർശിക്കുന്ന 1948 വെള്ളപ്പൊക്കത്തെക്കുറിച്ചും അതിനു മുമ്പ് കേരളത്തെ നടുക്കിയ ചരിത്ര പ്രസിദ്ധമായ 99 വെള്ളപ്പൊക്കത്തിൽ ഭാരതപ്പുഴയുടെ തീരത്തെ ഒരു ഇല്ലത്ത് വെള്ളം കയറിയപ്പോൾ മുകൾ നിലയിൽ അഭയം പ്രാപിച്ച ആളുകളെ നാട്ടുകാർ തോണിയിലെത്തി രക്ഷപ്പെടുത്തുന്നതിനെ കുറിച്ചും മുതിർന്നവരിൽ നിന്ന് കേട്ട ഓർമ്മകൾ എഴുത്തുകാരി ഇതിലൂടെ വായനക്കാരിലേക്ക് എത്തിക്കുന്നു. പാഠഭാഗത്തിലെ പ്രധാന പഠന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പത്രവാർത്ത. വെള്ളപ്പൊക്കത്തിന്റെ കാഠിന്യം എത്രത്തോളം ഒരു നാട് അനുഭവിച്ചു എന്ന് ലേഖകനെ നിന്ന് മനസ്സിലായല്ലോ. പിറ്റേ ദിവസം പത്രത്തിൽ അതേക്കുറിച്ച് വരാനിടയുള്ള ഒരു പത്രവാർത്ത തയ്യാറാക്കൂ. യോജിച്ച തലക്കെട്ടും നൽകുക. ഉത്തരം: പെരുമഴയിൽ നാട് പൊങ്ങി, മൂക്കുതലയിൽ കടുത്ത പ്രളയക്കെടുതി. മൂക്കുതല. കഴിഞ്ഞ 3 ദിവസമായി തുടരുന്ന അസാധാരണമായ പെരുമഴയിലും ശക്തമായ കാറ്റിലും മൂക്കുതലയും പരിസര പ്രദേശങ്ങളും പൂർണ്ണമായി വെള്ളത്തിനടിയിലായി. കഴിഞ്ഞ രാത്രിയിലുണ്ടായ അതിശക്തമായ ചുഴലിക്കാറ്റിൽ പ്രദേശത്തെ വലിയ മരങ്ങൾ കടപുഴകി വീഴുകയും വീടുകൾക്ക് വ്യാപകമായ നാശനഷ്ടം സംഭവിക്കുകയും ചെയ്തു. കായലും പുഴയും കരകവിഞ്ഞൊഴുകുന്നതിനെ തുടർന്ന് പറമ്പുകളും മുറ്റങ്ങളും പൂർണ്ണമായി വെള്ളത്തിൽ മുങ്ങി. കുളങ്ങളും കിണറുകളും വെള്ളപ്പൊക്കത്തിൽ ഒന്നായി മാറിയതോടെ ജനങ്ങൾ കടുത്ത ദുരിതത്തിലാണ്. വീടുകൾക്കുള്ളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് മുകൾ നിലകളിൽ അഭയം പ്രാപിച്ച കുടുംബങ്ങളെ നാട്ടുകാർ തോണികളിലുമായി എത്തിയാണ് സാഹസികമായി സുരക്ഷിത സ്ഥാനത്തിലേക്ക് മാറ്റിയത്. 3 ദിവസത്തിന് ശേഷം മഴയ്ക്ക് നേരിയ ശമനം ഉണ്ടായെങ്കിലും വെള്ളം പൂർണ്ണമായി ഇറങ്ങിയിട്ടില്ല. അടുത്ത ചോദ്യം: നാട്ടറിവുകൾ. കാറ്റ് വരുമ്പോൾ വാതിൽ അടയ്ക്കുക, വെള്ളം വരുമ്പോൾ വാതിൽ തുറക്കുക. ഇത്തരം നാട്ടറിവുകൾ എപ്രകാരമാണ് നമ്മുടെ ഗ്രാമീണ ജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതെന്ന് ചർച്ച ചെയ്യൂ. കൂടുതൽ നാട്ടറിവുകൾ ശേഖരിക്കും. ഉത്തരം: കാറ്റ് വരുമ്പോൾ വാതിലടയ്ക്കുക, വെള്ളം വരുമ്പോൾ വാതിൽ തുറക്കുക എന്ന പഴഞ്ചൊല്ല് നമ്മുടെ പൂർവികർ പ്രകൃതി നിരീക്ഷണത്തിലൂടെയും അനുഭവങ്ങളിലൂടെയും രൂപപ്പെടുത്തിയെടുത്ത വലിയൊരു നാട്ടറിവാണ്. പ്രകൃതിക്ഷോഭങ്ങളെ നേരിടാൻ ശാസ്ത്രീയമായ വിദ്യകൾ ഇല്ലാതിരുന്ന കാലത്ത് ഗ്രാമീണ ജനതയുടെ കാവലായി നിന്നത് ഇത്തരം പ്രായോഗിക അറിവുകളായിരുന്നു. ശക്തമായ കാറ്റടിക്കുമ്പോൾ ജനലുകളും വാതിലുകളും അടയ്ക്കുന്നത് വീടിനകത്ത് കാറ്റ് വീശി മേൽക്കൂര പറന്നു പോകാതിരിക്കാനും നാശനഷ്ടങ്ങൾ കുറയ്ക്കാനും സഹായിക്കും. കാരണം ഭിത്തികൾ തകർന്നു വീഴാൻ സാധ്യതയുണ്ട്.
വാതിലുകൾ തുറന്നിട്ടാൽ വെള്ളം ഒഴുക്കോടെ വീടിനകത്ത് കൂടി പുറത്തേക്ക് പോയിക്കൊള്ളും. ഇത് കെട്ടിടത്തിന്റെ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നു. പ്രകൃതിയോട് ഇണങ്ങി ജീവിച്ച മനുഷ്യൻ പ്രകൃതിയുടെ ശക്തിയെയും അതിജീവിതത്തെയും കുറിച്ച് വരും തലമുറയ്ക്കായി കൈമാറിയ ഇത്തരം നാട്ടറിവുകൾ ഇന്നും ഏറെ പ്രസക്തമാണ്. കൂടുതൽ നാട്ടറിവുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പ്രകൃതിയും കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട കൂടുതൽ നാട്ടറിവുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. തുമ്പപ്പൂവോളം മഴ പെയ്താൽ തുമ്പപ്പൂവോളം വെള്ളം. തുമ്പപ്പൂ വിരിയുന്ന കർക്കിടകത്തിലെ ചെറിയ മഴ പോലും തുടർച്ചയായി പെയ്താൽ വലിയ വെള്ളപ്പൊക്കം ഉണ്ടാകും. അത്തം കറുത്താൽ ഓണം വെളുക്കും. അത്തം നാളിൽ മഴ പെയ്ത് കാർമേഘം നിറഞ്ഞാൽ ഓണം നാളുകളിൽ നല്ല വെയിലുള്ള തിളഞ്ഞ കാലാവസ്ഥയായിരിക്കും. കുംഭത്തിൽ മഴ പെയ്താൽ കുപ്പിയിലും നെല്ല്. കുംഭമാസത്തിൽ പെയ്യുന്ന അപ്രതീക്ഷിത മഴ കൃഷിക്ക് അത്രയേറെ ഗുണം ചെയ്യും. മീനത്തിൽ ഇടിവെട്ടിയാൽ മീൻ ചത്തുപോകും. മീനമാസത്തിലെ കടുത്ത വേനലിൽ പെയ്യുന്ന ആദ്യ മഴയിലെ ചൂട് കാരണം കുളത്തിലെ മീനുകൾ ചത്തുപൊങ്ങാറുണ്ട്. അടുത്ത ചോദ്യം, നിവേദനം. വർഷം തോറും വെള്ളപ്പൊക്കം മൂലം ഉണ്ടാകുന്ന ദുരിതങ്ങൾ അനുഭവിക്കുന്നവരാണ് നാം. പ്രളയത്തിന് കാരണമാകുന്ന പ്രധാന പ്രശ്നങ്ങൾ എന്തെല്ലാമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ചിന്തിച്ചു നോക്കൂ. വനനശീകരണം, പുഴകളും പാടങ്ങളും മണ്ണിട്ട് നികത്തൽ, ജലാശയങ്ങൾ പ്ലാസ്റ്റിക് മാലിന്യം കൊണ്ട് നിറയ്ക്കൽ, കുന്നിടിക്കൽ, അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ. നിങ്ങളുടെ പ്രദേശത്തെ ഇത്തരം ഒരു പ്രശ്നം അധികാരികളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിനായി ഒരു നിവേദനം തയ്യാറാണ്. നിവേദനം. സ്വീകർത്താവ് പ്രേക്ഷകൻ. വിഷയം: ആനന്ദപുരം പഞ്ചായത്തിലെ ജലാശയങ്ങൾ പ്ലാസ്റ്റിക് മാലിന്യം കൊണ്ട് നിറയുന്നതിനെതിരെ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് സംബന്ധിച്ച്. ബഹുമാനപ്പെട്ട സർ, ആനന്ദപുരം പഞ്ചായത്തിലെ പരിധിയിൽ വരുന്ന ജലാശയങ്ങളും തോടുകളും മറ്റു പ്ലാസ്റ്റിക് മാലിന്യങ്ങളും കൊണ്ട് വ്യാപകമായി നിറയുന്ന ഗുരുതരമായ സാഹചര്യമാണ് നിലവിലുള്ളത്. ഇത്തരം മാരകമായ മാലിന്യങ്ങൾ ജലാശയങ്ങളിൽ വന്ന് ഉയരുന്നത് മൂലം സുഗമമായ നീരൊഴുക്ക് പൂർണ്ണമായും തടസ്സപ്പെടുകയും പ്രദേശത്ത് കൊതുക് ശല്യം, പകർച്ചവ്യാധികളും പടരാൻ സാധ്യത ഏറുകയും ചെയ്തിരിക്കുന്നു. പ്രകൃതിക്കും മനുഷ്യജീവനും ഒരുപോലെ ഭീഷണിയായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ അവസ്ഥ പ്രദേശവാസികളായ ഞങ്ങൾക്ക് വളരെ ദുരിതമാണ് സൃഷ്ടിക്കുന്നത്. പരിസ്ഥിതിക്ക് വലിയ ആഘാതം ഏൽപ്പിക്കുന്ന ഈ പ്ലാസ്റ്റിക് നിക്ഷേപങ്ങൾ അടിയന്തരമായി നീക്കം ചെയ്യേണ്ടതുണ്ട്. ജലാശയങ്ങളിൽ മാലിന്യം തള്ളുന്നവർക്കെതിരെ കർശനമായ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നും നമ്മുടെ ജലാശയങ്ങളെ പൂർവ്വസ്ഥിതിയിലേക്ക് പുനരുദ്ധീകരിക്കാൻ ആവശ്യമായ അടിയന്തരമായ നടപടികൾ കൈക്കൊള്ളണമെന്നും ഈ നിവേദനത്തിലൂടെ ഞാൻ അഭ്യർത്ഥിക്കുന്നു. ആയതിനാൽ ഈ വിഷയത്തിൽ താങ്കൾ അടിയന്തരമായി ഇടപെട്ട് പ്രസ്തുത ജലാശയങ്ങൾ ശുചീകരിക്കാനും കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാനും കനിവുണ്ടാകണമെന്ന് വിനയപൂർവ്വം അപേക്ഷിക്കുന്നു. വിശ്വസ്തയോടെ. ഇത്രയും പഠന പ്രവർത്തനങ്ങളാണ് ആ പാഠഭാഗത്ത് നിന്ന് ഉള്ളത്. ഇനിയും ഇതുപോലെയുള്ള വിജ്ഞാനപ്രദമായ വീഡിയോകൾക്കായി പ്രിയങ്ക ട്യൂട്ടോറിയൽ സബ്സ്ക്രൈബ് ചെയ്യൂ.